റിലീസുകൾ പറയുമ്പോഴാണ് നമുക്ക് ടോക്സിക്കിനെ കുറിച്ചും സംസാരിക്കണം. 20-നും 21-നും ഖലീഫയും ബത്ലഹേം കുടുംബ യൂണിറ്റും ഒക്കെ ഇറങ്ങുന്നത് നമ്മൾ പറഞ്ഞാൽ പോലും 26-ാം തീയതി ഒരു പാൻ ഇന്ത്യൻ പടമാണ് വരാൻ പോകുന്നത്. അത് യഷിൻ്റെ ടോക്സിക്കാണ്. 4 വർഷങ്ങൾ, ഇപ്പോൾ ഈ 4 വർഷങ്ങളായിട്ട് അതിങ്ങനെ ഇരിക്കുകയാണ്. അനൗൺസ് ചെയ്തിട്ട് 4 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ടോക്സിക് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അതിനിടയിൽ എത്ര റിലീസ് ഡേറ്റ് ചേഞ്ചസ് ഒക്കെ സംഭവിച്ചു. ടോക്സിക്കിൻ്റെ ട്രെയിലർ ലോഞ്ചിൽ ഫംഗ്ഷനിൽ പങ്കെടുക്കാനായി പോയിരുന്നു. അവിടെ പോയി അറ്റൻഡ് ചെയ്തിരുന്നു. താരങ്ങളെല്ലാം നേരിട്ട് കണ്ടിരുന്നു. ഇപ്പോഴത്തെ 26-ാം തീയതി ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമ്പോഴേക്കും ഇതിൻ്റെ മീറ്റർ, അതായത് എത്ര വയലൻസ്, എത്ര സെക്സ് കണ്ടൻറ്റ്, എത്ര അഡൾട്ട് കണ്ടൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് വയലൻസിൽ 5/5, ത്രെട്ട് ആൻഡ് ഹൊററിൽ 4/5, ലാംഗ്വേജിൽ 4/5, സെക്സിൽ 5/5, ഡ്രഗ്സിൽ 4/5, സെക്ഷൽ വയലൻസ് ആൻഡ് സെക്ഷൽ ത്രെട്ടിൽ 4/5, സൂയിസൈഡ് ആൻഡ് സെൽഫ് ഹാമിൽ 4/5, ഇഞ്ചുറി ഡീറ്റെയിലിൽ 5/5 ഈ ചിത്രത്തിന് റേറ്റിംഗ്സ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ ചിത്രം ഏകദേശം ദൈർഘ്യം എന്ന് പറയുന്നത് 192 മിനിറ്റാണ്. അതായത് 3 മണിക്കൂർ 12 മിനിറ്റ് ദൈർഘ്യത്തിലാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അത്ര വലിയ സിനിമയായിട്ടാണ് തിയേറ്ററുകളിലേക്ക് വരാൻ പോകുന്നത്. ഗീതു മോഹൻദാസാണ് ചിത്രത്തിൻ്റെ സംവിധായക. ഒരു മലയാളി സംവിധായക ഒരു പാൻ ഇന്ത്യൻ പടത്തിനെ ലീഡ് ചെയ്യുന്നു ഫ്രം ദ ഫ്രണ്ട്. അതും ഒരു യഷ് ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വെയിറ്റ് ചെയ്യുന്ന, അതായത് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വെയിറ്റ് ചെയ്യുന്ന ഫസ്റ്റ് പടമായിട്ട് ടോക്സിക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യഷ് തന്നെയാണ്. ചിത്രത്തിൻ്റെ ട്രെയിലർ ഗംഭീരമായി വരവേറ്റു. കിയാരയുടെയൊക്കെ പെർഫോമൻസിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. എന്താണ് ട്രെയിലറിൽ കിയാരയുടെ പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ വെയിറ്റിംഗ് ഫോർ ദ ഫിലിം. അതിനോടൊപ്പം തന്നെ സ്റ്റാർ കാസ്റ്റ് ദാറ്റ് ദ ഫിലിം ഹോൾഡ്സ്. കിയാര അദ്വാനി ആവട്ടെ, യഷ് ആവട്ടെ, നയൻതാര ആവട്ടെ, ഹുമാ ഖുറേഷി ആവട്ടെ, അങ്ങനെ ഒരു നീണ്ട താരാസുതാരി ആവട്ടെ, അങ്ങനെ ഒരു വലിയ താരനിര ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. മലയാളിയെ യശോദേവ് നായർ പടത്തിൽ അഭിനയിക്കുന്നുണ്ട്. നായകന്മാരുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ ഉണ്ട്. അക്ഷയ് ഓബ്രോയും പടത്തിലുണ്ട്. അങ്ങനെ ഒരു വലിയ താരനിര. ഗീതു മോഹൻദാസിൻ്റെ സംവിധാനം, അതിനോടൊപ്പം തന്നെ രാജീവ് രവിയുടെ സിനിമാറ്റോഗ്രഫി. ഇന്ത്യൻ സിനിമ ഒട്ടാകെ തന്നെ വെയിറ്റ് ചെയ്യുന്ന ഒരു ചിത്രത്തിൻ്റെ ഡീറ്റെയിൽസാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. അതിനകത്ത് യശ് പറയുന്നുണ്ട്, കുട്ടികൾ ദയവ് ചെയ്ത് ഈ സിനിമ തിയേറ്ററുകളിൽ വന്ന് കാണരുത്, ഇറ്റ്സ് ഓൺലി ഫോർ അഡൾട്ട്സ്. അതായത് ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ അപ്സ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ടോക്സിക്കിൻ്റെ ക്യാപ്ഷൻ കൂടി പുറത്തു വന്നിരിക്കുന്നത്. ആ ഫെയറി ടെയിൽ ഇസ് ജസ്റ്റ് ഫോർ ഗ്രോൺ അപ്സ്, തിയേറ്ററുകളിലേക്ക് കുട്ടികൾ പ്രവേശിക്കരുത് എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് യശ്. ചിത്രത്തിൻ്റെ ഇതിന് മുമ്പത്തെ യഷിൻ്റെ ബർത്ത്ഡേ ടീസേഴ്സ് ആയാലും അല്ലാത്തുള്ള ടീസേഴ്സ് ആയാലും ട്രെയിലേഴ്സിലായാലും ഒക്കെ തന്നെ എത്രമാത്രം സെക്ഷൽ കണ്ടൻറ്റ് ഈ പടത്തിലുണ്ട് എന്നുള്ളത് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഡബിൾ മീനിങ് ഡയലോഗ്സ്, വിഷ്വൽസ് ഒക്കെ തന്നെ പടത്തിൽ തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഈ സിനിമയുടെ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. ആ തരത്തിൽ തന്നെയായിരിക്കും ഈ സിനിമ തിയേറ്ററുകളിലേക്കും വരാൻ പോകുന്നതെന്ന് വ്യക്തമാകുന്നു. KVN പ്രൊഡക്ഷൻസ് ആണ് ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾ. KVN ഇപ്പോൾ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ്. ഏറ്റവും ഒടുവിൽ അവർ റിലീസായത് ജനനായകനാണ്. വരാൻ പോകുന്ന ഇനിയും സിനിമകൾ KVN പ്രൊഡക്ഷൻസിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. അപ്പോൾ KVN ഒരു വിശ്വസ്തമായ ഒരു പ്രൊഡക്ഷൻ കമ്പനിയായി മാറുന്നു. അതോടൊപ്പം തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സായിട്ട് എത്തുന്നു, കോ പ്രൊഡ്യൂസേഴ്സായിട്ട് പല പലത്തിലും എത്തുന്നുണ്ട്. അങ്ങനെ ഒരു ഇന്ത്യൻ സിനിമയുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട നിർമ്മാണ കമ്പനി അവരവരുടെ കൂടുതൽ ശക്തി ഉറപ്പിക്കുന്നതിൻ്റെ ഘട്ടവും കൂടിയായിട്ടാണ് ടോക്സിക് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. 4 വർഷമായിട്ടുള്ള ഷൂട്ടിംഗ്, പലതവണയുള്ള ഡിലേസ്, അങ്ങനെ ഈ ചിത്രത്തിൻ്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ, റൂമേഴ്സ്, ഗോസിപ്സ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ പല രീതിയിലും അതൊക്കെ കെടുത്താനൊക്കെ യശ് ട്രെയിലർ ലോഞ്ചിൽ ശ്രമിച്ചെങ്കിൽ പോലും ദാറ്റ് ഓൾ സ്റ്റിൽ റിമെയിൻസ്. അതിനെയൊക്കെ പല ചോദ്യങ്ങൾക്ക് ഇനി ഉത്തരം കിട്ടാനൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും വലിയ ഹൈപ്പിൽ ചിത്രം തിയേറ്ററുകളിലേക്ക് വരികയാണ്. എങ്ങനെയായിരിക്കും ഓഡിയൻസ് സ്വീകരിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.